എന്ന് ഞാൻ പറയില്ല. പക്ഷെ വളരെ മോശമായി പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിനെന്ന് പറഞ്ഞ വഞ്ചന. ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറ. നിങ്ങളുടെ കൂടെ ചെയ്യാനൊക്കില്ല. ഒരു മന്ത്രിക്ക് അത് ചെയ്യാനൊക്കില്ല. അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറും എന്താണ്, നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റായിട്ടുള്ളത് കിട്ടും. അന്നും എനിക്ക് വാഗ്ദാനമൊന്നും തന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് നോക്കാമെന്ന് പോലും അവരോട് പറയരുത്. കാരണം ഇതിൽ നമുക്കങ്ങനെ ഇടപെടാൻ, ഇതിന്റെ ഘടനാപൂർണമായ ഒരു സത്ത കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധിക്കില്ല. പക്ഷെ നോക്കും. ഞാൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ് വിളിച്ചു പറഞ്ഞ് നേരെ നഡ്ഡ എടുത്ത് പോകും, സംസാരിക്കും. അദ്ദേഹം ചില കാര്യങ്ങൾ ധരിപ്പിക്കും, അത് പത്രക്കാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല. എനിക്ക് നഡ്ഡ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത്. അതിനെ ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട ചാനൽ എടുത്തിട്ട് അവഹേളിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ചോദ്യം ചെയ്യുക. അതൊന്നും ഒരു കൂടി, അത് ജോലിയാണ്. ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് കളിക്കാൻ ഞാൻ വന്നിട്ടില്ല. അല്ലല്ല, ഞാൻ ദൈവത്തിന് നിരക്കുന്ന കാര്യം ഇനിയും ചെയ്യും. എനിക്കറിയത്തില്ല. ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളെ മാറ്റിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് അവരുടെ തലയിലെടുത്ത് ഞാനതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം. അപ്പോൾ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിച്ചാൽ ഇത് നിങ്ങൾ എന്ന് ഞാൻ പറയില്ല. പക്ഷെ വളരെ മോശമായി പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിനെന്ന് പറഞ്ഞ വഞ്ചന. ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറ. നിങ്ങളുടെ കൂടെ ചെയ്യാനൊക്കില്ല. ഒരു മന്ത്രിക്ക് അത് ചെയ്യാനൊക്കില്ല. അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറും എന്താണ്, നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റായിട്ടുള്ളത് കിട്ടും. അത്രയും. ആഹാ, പിന്നെ ഇത്രയും ദിവസം സംസാരിക്കാം. തള്ളുകൊണ്ട് മാത്രം നീങ്ങുന്നത് നമ്മൾക്കറിയാം. പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ടു പോകുമെന്ന് പറയും.